പിള്ളേരെ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്ന പോക്കാണ്. അതിന്റെ ഒരു വീഡിയോ ആണ് ഇത്. പോസ്റ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനും ലേറ്റ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലപ്പറമ്പിൽ കൂടിയിരിക്കുകയാണ്. നമ്മൾ ഇവരെല്ലാവരുമായിട്ട് പോകാൻ പോകുന്നത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്ന് പഴമക്കാർ പറയുന്നത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. നമ്മൾ ഇവരെല്ലാവരുമായിട്ട് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ TSLലോട്ടാണ് പോകുന്നത്. അവിടെ നമുക്കൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ട്. ഇത് നമ്മളെല്ലാവരും കൂടെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടിയ പരിപാടിയാണ്. അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു. തുളസി മാമന് നിൽക്കുന്ന കണ്ടോ, തുളസി മാമൻ നമുക്ക് ഫുഡൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിരുന്നു. നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. നമ്മൾ ചുമ്മാ പാട്ടൊക്കെ വെച്ചൊന്ന് ഡാൻസ് കളിക്കണം എന്നുള്ളൊരു സൗകര്യം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തങ്കശ്ശേരി പോയിരുന്നു, പക്ഷെ അവിടെ പോയപ്പോൾ നമുക്ക് അത്ര ഒരു വൈബ് തോന്നിയില്ല. കാരണം പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു കൂടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പിള്ളേരുടെയൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ടെൻഷനാണ്. കാരണം എല്ലാവരും ഒരേ രീതിയിലുള്ള ആൾക്കാരായിരിക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ടെൻഷനായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വർഷം നമ്മൾ അങ്ങോട്ട് പോയില്ല. അപ്പൊ നമ്മളടുത്ത് സാബുലാൽ മാമൻ, അതായത് ഈ TSLന്റെ ഓണർ, പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ആഘോഷിക്കുക, എല്ലാവരും കൂടെ അങ്ങോട്ടായി. ഇത് നമ്മുടെ സ്വന്തം വാവ ചേച്ചി, പിന്നെ അതായത് സുനിതയും സോനയും നവമിയും കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വെട്ടോടിക്കും, നമുക്ക് തിരിഞ്ഞു നിന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞു നിന്ന് വീഡിയോ എടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ടാണ് വന്നത്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, താന്നിക്കാർ ഒട്ടുമിക്ക ആൾക്കാരുണ്ട്. ഇത് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടനൊക്കെ, ഇവന്മാർ വേറൊരു സെക്ഷൻ ആയിരുന്നു, പിള്ളേർ വേറൊരു സെക്ഷൻ, അങ്ങനെ ഓരോ സെക്ഷനാണ്. ഇവളുമാർ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ എന്നെ ചീത്ത വിളിക്കണം, പ്രിയങ്ക പൊക്കോണം നിന്റെ ഫോൺ കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൗരി, സുമയും പിന്നെ ബിനിയും ഇവളുമാരെല്ലാവരും കൂടി ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുക. കുറച്ചു പേരൊക്കെ നേരത്തെ വന്നായിരുന്നു. ഞങ്ങൾ ഇച്ചിരി താമസിച്ചിട്ടൊക്കെ വന്നത്. ഞങ്ങൾ 11 മണിയൊക്കെ വന്നപ്പോൾ കാല് വയ്യെങ്കിലും നേണ്ട പാറുണ്ടോ ഊഞ്ഞാലാടുന്നത്. ഞാൻ വഴക്ക് പറയാണ്, കാല് വയ്യെങ്കിലും അടങ്ങിയിരിക്കരുത്. ഞാൻ ഊഞ്ഞാലി കയറുമെന്നും പറഞ്ഞ് അവൾ ഓടി വന്ന് ഊഞ്ഞാലി ഇരുന്നതാണ്. ഞാൻ ഊഞ്ഞാലി കയറാൻ വേണ്ടി വന്നതില്ല. ഇവളുമാർ ഇവിടെ റീൽസ് ഒക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. ശരണ്യ, രശ്മി ചേച്ചിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. അരിയുണ്ട്, അമൃതയുണ്ട്, ഗൗരിയുണ്ട്, അഭിരാമിയുണ്ട്, നവമിയുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള പുളിമരമാണ്. ഇതിന്റെ കഥയൊക്കെ അവിടെ നിന്നുകൊണ്ട് ശരണ്യ പറയുകയാണ്. പുളിമരം ഇടറേച്ചി ഇത് പണ്ട് തൊട്ടേ ഇവിടെയുള്ള പുളിമരമാണെന്നൊക്കെ. പക്ഷെ എനിക്ക് ഈ പുളിമരമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല. കാരണം ഞാൻ ഇവിടെ അല്ലായിരുന്നു വളർന്നതൊക്കെ, അങ്ങ് വല്യവിളയിലായതുകൊണ്ട്. പിന്നെ അതിന്റെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് പഠിത്തമാണ് നടക്കുന്നത്. ഇവന്മാർ രണ്ടും കൂടെ റീൽസ് എടുക്കാനുള്ള സ്റ്റെപ്പ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളുമാർ രണ്ടും റീൽസിന്റെ എടുത്തുകൊണ്ടിരുന്നു, ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കൂടെ കളിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തെറ്റി. അതിന്റെ ഇടയ്ക്ക് വന്ന് ഓരോരുത്തരും ഞങ്ങളുടെ കോൺസെൻട്രേഷൻ കളഞ്ഞു, അങ്ങനെ തെറ്റി. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ അകത്തോട്ട് കയറി. അപ്പൊ അവിടെ ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നു. പിള്ളേർക്ക് അവിടെ നിന്ന് കളിക്കാൻ ഒരു സുഖമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പറഞ്ഞു അവിടെ നിന്ന് കളിക്കാൻ, കാരണം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പീക്കറൊക്കെ അകത്ത് മാത്രമായതുകൊണ്ട് ആ ഒരു സൗണ്ട് കിട്ടത്തില്ല. നവമി പിന്നെ കിട്ടിയ അവസരത്തിന് എവിടെ നിന്ന് വേണമെങ്കിലും കളിക്കാമെന്നുള്ള ടെൻഡൻസിയിൽ അവൾ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച്. ഒരുമാതിരി ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ ആദ്യമൊക്കെ അകത്തൊക്കെ നിന്ന് കളിച്ചു. അപ്പൊ അകത്ത് നിന്ന് കളിക്കുമ്പോൾ അവർക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ അല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പുറത്തോട്ട് പോവാം ആന്റി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തോട്ട് അങ്ങ് ചാടി, അങ്ങനെ പുറത്ത് വന്നിരുന്ന് കളിച്ച്. ഇത് കല്യാണമൊക്കെ നടക്കുന്നത്, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇവിടെ വെച്ച് കല്യാണം നടന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാം, ഇത് താന്നിമുക്കി തന്നെയാണ്. നമ്മുടെ താന്നി പാലത്തിന്റെ തൊട്ട് താഴെയുള്ള റിസോർട്ടാണ്. ഇവിടെ ഒരുപാട് കല്യാണവും എൻഗേജ്മെന്റ്, അങ്ങനെ ചെറിയ ഫംഗ്ഷനും വലിയ ഫംഗ്ഷനുകളും എല്ലാം നടക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ പുറത്തോട്ട് ഇറങ്ങി നിന്ന് വീണ്ടും ഡാൻസ് കളിക്കാൻ വേണ്ടി പാട്ടൊക്കെ വെച്ച്, ഈ പാട്ടൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പാട്ട് കട്ട് ചെയ്തിട്ടേക്കുന്നത്. പാട്ടും കൂടെ ഉള്ളപ്പോഴേ ആ ഒരു നല്ല ഒരു രസം കിട്ടത്തുള്ളൂ. എന്നാലും വേണ്ടില്ല, കോപ്പിറൈറ്റ് വരുന്ന വീണ്ടും തലയിലെടുത്ത് വെക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പാട്ടങ്ങ് കട്ട് ചെയ്തതാണ്. പിന്നെ പിള്ളേരെല്ലാം കൂടെ ഭയങ്കര ആഘോഷമായിരുന്നു. കൂട്ടത്തിൽ നമുക്കൊന്നും വയ്യെങ്കിലും പിള്ളേരെ കൂടെ ചേരുമ്പോൾ നമ്മൾ വൈബ് എടുക്കുമല്ലോ. പിന്നെ സോന പാട്ടായിരുന്നു. നിങ്ങൾ സോനേനെ ഇട്ടങ്ങ് കളിയാക്കി കൊല്ലുമായിരുന്നു. അങ്ങനെ സോനയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത പാട്ട് തുടങ്ങി. അവന്മാരെല്ലാം വേറൊരു സെക്ഷനായിരുന്നു. അവന്മാർ വേറൊരു സെക്ഷനിൽ പോയിന്ന് കളിയൊക്കെ ആയിരുന്നു. അവന്മാർ കൂടുതൽ ഡാൻസ് കളിക്കാനായിട്ട് 2-3 പേരൊക്കെ വന്നോളൂ. അവരെല്ലാം അവിടെ പോയി ഓടി നടന്ന് നിന്ന് കളിച്ച്. പിന്നെ തുളസി മാമന്റെ അടുത്തൊക്കെ ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. തുളസി മാമനൊക്കെ പറഞ്ഞു കുറച്ചും കൂടെ ഇന്ദരാക്കണം, പുറത്തോട്ട് നിർത്തി സ്പീക്കർ വെച്ച് കളിക്കണം. അപ്പൊ സുചിത്ര ചേച്ചി വന്ന് പരിഭവം പറയാനായിട്ട് നടന്നു വരുന്ന കേട്ടോ. സുചിത്ര ചേച്ചിയുടെ കൂടെ നിന്ന് തുളസി മാമൻ ഡാൻസ് കളിച്ചില്ല. തുളസി മാമൻ ആരുടെയൊക്കെ കൂടെ പോയി ഡാൻസ് കളിച്ച്. അപ്പൊ ആ പരാതി തീർക്കാൻ വേണ്ടി സുചിത്ര ചേച്ചിനെ ഞങ്ങൾ തുളസി മാമനെ കൊണ്ട് കൈയൊക്കെ പിടിപ്പിച്ച് ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി വന്നു. അപ്പോഴത്തേക്ക് സുചിത്ര ചേച്ചി അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ റൗണ്ടൊക്കെ പിടിച്ച് വട്ടമൊക്കെ പിടിച്ച് കളിച്ച്. എന്ത് കളിയായിരുന്നു എന്ന് വെച്ചാൽ കുളം കരയൊക്കെ ആയിരുന്നു. ചരത്തണ്ണ അകത്ത് നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ശരത്തണ്ണന് ന്യൂ ഇയർ ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ആഘോഷിച്ച്. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കളിച്ച്. പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേർതിരിവൊന്നുമില്ല. നമ്മൾ ആഘോഷിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കും. സന്തോഷം എവിടെ കിട്ടുന്നോ, ഞാൻ എപ്പോഴും പറയും, സന്തോഷം നമുക്ക് എവിടെ കിട്ടുന്നോ നമ്മൾ അവിടെ തേടി പോകണം. നമ്മളെ തേടിയ ഒരു സന്തോഷം ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക.
ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പ്ലാൻ ആട്ടോ. ഒത്തിരി നേരത്തെ പ്ലാൻ ഒന്നുമില്ല. നമ്മൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാവരുടെ അടുത്തും ചോദിച്ചപ്പോ എല്ലാവർക്കും ന്യൂ ഇയർ ആഘോഷിക്കണം, പഴയ കണക്ക് വീട്ടിലൊന്നും ഇരുന്ന് ഇപ്പൊ ആഘോഷിക്കാൻ ആർക്കും വലിയ താല്പര്യമില്ലാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ പറഞ്ഞു എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇവിടെ പോവാം, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് കളിക്കാം. വേറെ ഒന്നുമില്ല, പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ന്യൂ ഇയർ സമയമാകുമ്പോൾ ഒരു ആഘോഷം. ഇത് ഞങ്ങളുടെ പിള്ളേരൊക്കെ കണ്ടു ആടി തിമിർത്താണ്. അവളുമാരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്ത്. പിന്നെ പ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ പ്രായം കുറഞ്ഞ ഞങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കളിച്ച്. സുചിത്ര ചേച്ചിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. സുചിത്ര ചേച്ചിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഞാൻ സുചിത്ര ചേച്ചി എടുത്ത് പറഞ്ഞു ഈ സന്തോഷമൊക്കെ ഇപ്പോഴേ കിട്ടാത്തുള്ളൂ, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളെല്ലാം തട്ടിപ്പോവും, പിന്നെ നമ്മൾ ആലോചിക്കാൻ പോലും നമുക്ക് സമയം കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മൾ ഉള്ള സമയം ആഘോഷിക്കാൻ. അങ്ങനെ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഈ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴുമഴ പൂഞ്ചോലയായിരുന്നു. ആ പാട്ട് കേട്ടപ്പോഴത്തേക്ക് അപ്പുറത്ത് നിന്ന് വേറെ ആൾക്കാരൊക്കെ വേറെ വേറെ സ്റ്റെപ്പൊക്കെ ഇട്ട് അത് കണ്ടുകൊണ്ടാണ് ഞങ്ങളെ ചിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വക കുറെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് DJ വിത്ത് ഏഴുമല പൂഞ്ചോലയായിരുന്നു. ഞാൻ സുചിത്ര ചേച്ചിയുടെ കൈ പിടിച്ചു വെച്ച് ഡാൻസ് കളിക്കുന്നതാണ് ഈ കാണുന്നത്. സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടായിരുന്നു ഡാൻസ് കളി. അവര് കുഞ്ഞു പിള്ളേർ ഒരു ഭാഗത്ത്, കുറച്ച് വലുതായവർ ഒരു ഭാഗത്ത്, പ്രായമുള്ളവർ ഒരു ഭാഗത്ത്, പിന്നെ പയ്യന്മാര് കുഞ്ഞു പയ്യന്മാരെല്ലാം ഒരു ഭാഗത്ത്. അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്ന് കളിച്ച്. അങ്ങനെ ഞങ്ങൾ ഏഴുമല പൂഞ്ചോല വളരെ വിശാലമായിട്ട് കളിച്ചു. നടുവേദനയും ബാക്കിയുള്ള വേദനകളെല്ലാം ഞങ്ങളങ്ങ് മാറ്റി വെച്ച്. എന്നിട്ട് പിന്നെ ഞങ്ങൾ സൂപ്പറായിട്ടങ്ങ് കളിച്ച്. അങ്ങനെ ഞങ്ങൾ ഏഴുമല പൂഞ്ചോലയുടെ സ്റ്റെപ്പുകളായിരുന്നു ഇതെല്ലാം. അതിനകത്തുള്ള ഹാ ഹൂ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതായിരുന്നു ഞങ്ങളുടെ സ്റ്റെപ്പ്. ഇത് കണ്ട് കിളി ചിരിച്ചും കൊണ്ട് പോകുന്നതായിരുന്നു കിളി. അവളുടെ ചിരിയാണ് കേൾക്കുന്നത്. അവളായിരുന്നു വീഡിയോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് ആർത്ത് ഉല്ലസിച്ച് ഞങ്ങൾ അങ്ങനെ നല്ലൊരു ന്യൂ ഇയർ ആഘോഷം നടത്തി എന്ന് വേണമെങ്കിലും പറയാം. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അവരാരും അങ്ങനെ അധികം പുറത്ത് പോയി കളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ശരണ്യെ ആയിരുന്നു ഇത്. ശരണ്യനെ ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുവന്നതാണ്. 100 വട്ടം വരുന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ വാ എന്ന് പറഞ്ഞു. പിന്നെ ദേവു അവിടെ കിടന്ന് ബഹളം വെച്ച്. അങ്ങനെ ദേവു ശരണ്യയും ഞാനും എല്ലാവരും കൂടെ പോയത്. പിന്നെ ശരത്തണ്ണനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കിടന്ന് ആഘോഷിച്ചത്. ഇത് എത്ര ഡാൻസ് കളിച്ചാലും മതിയാവാത്തൊരു കുഞ്ഞിപ്പുഴുവാണ് അവിടെ കിടന്ന് തുള്ളുന്നത്. അതിങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കും. സന്തോഷം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തന്നെ കണ്ടെത്തണം. ആരും കൊണ്ടുവന്ന് വായിച്ച് തരത്തില്ല. അപ്പൊ സന്തോഷം കിട്ടുന്ന എവിടാന്ന് വെച്ചാൽ അങ്ങോട്ടങ്ങ് പൊക്കോണം. അപ്പോഴേക്കും ന്യൂ ഇയർ ഒക്കെ എത്താൻ സമയം അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ന്യൂ ഇയർ സമയമായി എന്ന് നമുക്ക് മനസ്സിലായപ്പോഴത്തേക്ക് ഇതിന്റെ അവിടെ നമുക്ക് കമ്പിത്തിരി പുത്തിരി മത്തിരിയൊക്കെ കത്തിക്കാൻ തുടങ്ങി. പിന്നെ ഈ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാണുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം, ആ ഒരു നമ്മൾ ആസ്വദിച്ച് എത്രമാത്രം ആണ് എന്നുള്ളത് തോന്നത്തുള്ളൂ. ഈ പാട്ടെല്ലാം കൂടി ഇതിനകത്ത് വെക്കാക്കത്തില്ല, കോപ്പിറൈറ്റും കാര്യങ്ങളും ഒക്കെ വരും. അതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ടൊക്കെ വെച്ച്. ഈ അഭിരാമി നല്ലൊരു ഡാൻസറാണ്. അവള് പണ്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ സ്റ്റേജുകളിലൊക്കെ പോകുന്നതായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഡാൻസ് സ്റ്റെപ്പൊക്കെ ഈസിയാണ്. പക്ഷെ നമ്മളൊന്നും അത്രയൊന്നും വന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ഉള്ള സ്റ്റെപ്പ് കൊണ്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തത്. പിള്ളേരൊക്കെ വീണ്ടും അകത്ത് കയറി അവർ വേറൊരു സെക്ഷനായിട്ട് വീണ്ടും കളിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങാവുന്ന ഒരു കൂട്ട ഡാൻസ് ആയിരുന്നു. എന്ത് ഡാൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാവരും ഉണ്ടായിരുന്നു, അപ്പാപ്പന്മാരുൾപ്പെടെ അമ്മാവന്മാരുൾപ്പെടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കിടന്നൊരു കളിയായിരുന്നു. അങ്ങനെ നല്ല ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന്. അപ്പോഴത്തേക്ക് ന്യൂ ഇയർ എത്ത സമയമായി. ന്യൂ ഇയർ 12 മണി ആവാറായി കാണാം. 12 മണി ആവാറാകുമ്പോഴത്തേക്ക് നമുക്ക് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കണമല്ലേ. ഈ ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു കേട്ടോ, നല്ല പാട്ടുകാരനായിരുന്നു. അപ്പൊ ചേട്ടന്റെ പാട്ടൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്നപ്പോഴത്തേക്ക് ലേറ്റായി. ഞങ്ങൾ കുറച്ച്, ഞാൻ പറഞ്ഞു, 11 മണിയൊക്കെ ആവാറായിട്ടാ നമ്മൾ എത്തിയത്. പിള്ളേരുടെ സന്തോഷമായിരുന്നു ഏറ്റവും കൂടുതൽ രസം. കാരണം പിള്ളേര് അങ്ങനെ പുറത്തിറങ്ങി പോയി നിന്ന് ആഘോഷിക്കുന്നതൊക്കെ അപൂർവമായിരുന്നു. ഗൗരിയൊക്കെ ആടി തിമിർത്ത് എന്ന് വേണം പറയാൻ. നവമിയും ഗൗരിയൊക്കെ നന്നായിട്ട് കളിച്ചു. അങ്ങനെ ന്യൂ ഇയറിനോട് അടുക്കാറായി. അപ്പൊ ഞങ്ങൾ തിരിയൊക്കെ കത്തിക്കാല്ല, പിടക്കവും തിരിയും ഒക്കെ കത്തിക്കാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെ അതേ പടക്കവും തിരിയൊക്കെ കത്തിച്ച് പൊട്ടിത്തെറിച്ച് എല്ലാം പൊട്ടി ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഷയൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു. ഇവരെല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിച്ച്. അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും കൂടെ ചേരുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം, അതിന്റെ ആ ഒരു ഇത് കിട്ടുന്നത്. അതാണ് ആദ്യത്തെ സെൽഫി എടുക്കണമെന്ന് അന്നേരം തൊട്ടേ പറയുന്നുണ്ട്. ന്യൂ ഇയറിൽ ആദ്യത്തെ സെൽഫി എടുക്കണമെന്ന്. അങ്ങനെ അതേ ന്യൂ ഇയറിൽ ആദ്യത്തെ സെൽഫി ഒക്കെ എടുത്തു. അങ്ങനെ ഭയങ്കര ആഘോഷത്തിലിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്തു. അപ്പോൾ അങ്ങോട്ടൊക്കെ പരിസരത്തോട്ടെല്ലാം നമുക്ക് പടക്കമൊക്കെ പൊട്ടുന്നതും കമ്പം കത്തുന്നതൊക്കെ കാണാമായിരുന്നു. പാലത്തിന്റെ അവിടെ നിന്ന് സൈഡിൽ കൂടെയൊക്കെ കമ്പം പൊട്ടിയൊക്കെ കാണിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അഭിരാമി എന്തൊക്കെ പാട്ട് വേറെ ഇടാൻ, നമ്മൾ ഈ പാട്ടൊന്നും പോരാ, കുറച്ചും കൂടെ നേരം പാട്ട് നിന്ന് ഡാൻസ് ഒക്കെ കളിക്കാമെന്നും പറഞ്ഞ് അവള് വേറെ പാട്ടൊക്കെ നോക്കുവാണ്. അങ്ങനെ വേറെ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നു. ചിന്നു അത്രയും നേരം അവൾ അനങ്ങാതിരുന്നതാണ്. സുനിത, ചിന്നു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ അതേണ്ട നവമി വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഏതൊക്കെയോ പാട്ടൊക്കെ ഇട്ട് കളിച്ച്. അപ്പോഴത്തേക്ക് ഞാൻ വീഴാൻ പോയി. അപ്പൊ സുനിത എന്നെ കയറി പിടിച്ച് അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറെ പാട്ടും ഡാൻസും ഒക്കെ അവിടെ നിന്ന് കളിച്ചു. പിന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിച്ച് നമ്മളെ കൊണ്ടാവുന്ന സ്റ്റെപ്പുകളൊക്കെ നമ്മളും ഒക്കെ ഇട്ട് അങ്ങനെ നമ്മൾ
പാട്ടിനൊക്കെ തൊട്ട് താളമൊക്കെ തുള്ളി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോരുത്തരും ഓരോ സെക്ഷനായിട്ട് കളിച്ചതുകൊണ്ട് അവരുടെ സന്തോഷം കണ്ടുപിടിച്ചു. ഇതേ നിന്ന് ഉറക്കം തൂങ്ങുകയാണ് അവള്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്നു വന്നു. ഞങ്ങൾ അങ്ങോട്ടും നടന്നാണ് പോയത്, ഇങ്ങോട്ടും നടന്നു വന്നത്. അപ്പം പുതിയ തീരുമാനം വണ്ണം കുറയ്ക്കുക. ഞങ്ങൾ എല്ലാ വർഷവും എടുക്കുന്ന തീരുമാനം വണ്ണം കുറയ്ക്കുക. ഞാൻ അവളോട് ചോദിക്കുകയാണ് കേട്ടോ ഈ വർഷത്തെ തീരുമാനം എന്തോന്നു. അപ്പൊ പതുപോലെ വണ്ണം കുറയ്ക്കുക. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ.